ക്കുന്ന ദിവസമാണിന്ന്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ്. പ്രത്യേകിച്ച് നവംബർ 14 ശിശുദിനമാണ്. ശിശുക്കൾക്കുള്ള, ഈ നാട്ടിലുള്ള മുഴുവൻ ശിശുക്കൾക്കുള്ള ഒരു സമ്മാനമായിട്ട് പരുമല ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷനും വളരെ പ്രസിദ്ധനായ ഡോക്ടർ മകേഷ് കുമാർ നളിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ വീണ്ടും തിരുസന്നിധിയിൽ കടന്നു വരുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങുന്ന ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണമേ. ഈ ആശുപത്രിയിൽ ചികിത്സാർത്ഥം കടന്നു വരുന്നവർക്ക് ആവശ്യമായ സൗഖ്യം നൽകണമേ. പ്രവർത്തിക്കുന്നവരെ ബലപ്പെടുത്തണമേ. എല്ലാ നന്മകൾക്കും അവിടുത്തെ കൃപ സമൃദ്ധിയായി ഉണ്ടാകണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. Good morning, everybody. Mark Christosmas Tirumeni, Father Paulos, Dr. Zulfikar Ahmed, മറ്റ് വിശിഷ്ടാതിഥികൾ, ഫ്രണ്ട്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോഡി കോൾഡ് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ കൂട്ടി വരികയാണ്. ആദ്യം നമ്മൾ വന്നപ്പോൾ അഡൽട്ട് കാർഡിയോളജിയും കാർഡിയാക് സർജറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അഡൽട്ട് കാർഡിയോളജിയുടെ സബ് ടൈപ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്താണ് നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിന് കിട്ടുകയും പീഡിയാട്രിക് കാർഡിയോളജി വിങ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തുടങ്ങാനുള്ള സംരംഭത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയാണ്. ഈ ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് സാറിനെ പറ്റി എല്ലാവരും പറയുന്ന പോലെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സർക്കിളിൽ ഇൻട്രൊഡക്ഷൻ്റെ യാതൊരു ആവശ്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ റെസ്റ്റ് ഓഫ് ദ പീപ്പിളിന് വേണ്ടി പറയുകയാണെങ്കിൽ സാറ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു പീഡിയാട്രിക് കാർഡിയോളജി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഈസ് അഡ്ജംക്ട് പ്രൊഫസർ ഓഫ് KMC മണിപ്പാൽ. ഈസ് ക്ലിനിക്കൽ പ്രൊഫസർ ഓഫ് CDC in Trivandrum. He is also the president of the Cardiology Society of India, Kerala, which includes adult and pediatric cardiologists. He is the first pediatric cardiologist of Kerala. He's got 28 years of experience, and he has built up the pediatric cardiology center in multiple government hospitals. Having worked in the government system for 30 years, I know how difficult it is to get anything done through the government and how to establish a non-glamorous field like pediatric cardiology. Adult cardiology is very famous patients, although we are able to push our way through. To be singularly dedicated to this subject, which is not a very glamorous subject but an extremely demanding subject, shows the man's character and ability. Sir, MBBS MD Trivandrum Medical College നിന്നാണ് ചെയ്തത്. DM ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ബുക്സിൽ സാർ ഓതറാണ്. ബുക്സ് എഴുതിയിട്ടുണ്ട്, ബുക്സിൽ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഈസ് ഓൾസോ ഗോട്ട് ദ നാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ കൺജന്റൽ ഹാർട്ട് ഡിസീസ് ആൻഡ് കവാസാക്കി ഡിസീസ്, റൊമാറ്റിക് ഫീവർ ട്രീറ്റ്മെൻറ്റ്, എക്സെട്ര. Sir's specialty and special interest is in congenital heart disease, Kawasaki, rheumatic fever, and pediatric hypertension. So it is a privilege and pleasure to have Sir coming in and blessing us with this presence. We will be able to build up a good cardiology center, and he's an ideal nidus point for this pediatric cardiology center to be started on. I'm extremely thankful and grateful to Sir for having accepted our invitation, and we hope to build up something very good here together with the blessings of
all the people here. Thank you. അഭിമന്യ തിരുമേനി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുമേനി കൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പരുമല ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇതിൻ്റെ വളർച്ചയുടെ മുന്നോട്ടുള്ള പാതയിൽ ഒരു നാഴികക്കല്ലുകൂടി സ്ഥാപിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ചികിത്സാ സൗകര്യങ്ങളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു മേഖലയാണ് പീഡിയാട്രിക് കാർഡിയോളജി എന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ 20 വർഷം തിരുവനന്തപുരത്ത് രോഗികളുടെ കൂടെ കഴിയാൻ ഭാഗ്യമോ ദുർഭാഗ്യമോ ഉണ്ടായ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ശ്രീചിത്ര ആശുപത്രിയിൽ കുഞ്ഞുങ്ങളുമായി കൈക്കുഞ്ഞുങ്ങളുമായി ചികിത്സയ്ക്ക് വരുന്ന അനേകർ ഞങ്ങളുടെ കൂടെ ആ കാലഘട്ടത്തിൽ താമസിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യം നമുക്കിവിടെ നാട്ടിൻ പുറത്ത് ലഭ്യമാകുന്നു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, അതിന് അനുയോജ്യമായി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഇന്ന് കേരളത്തിൽ ലഭ്യമായ ഈ മേഖലയിലെ നേതൃസ്ഥാനത്ത് ഏറ്റവും യോഗ്യനായ ഒരാളെ ദൈവം നമുക്ക് കൊണ്ടു തന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളും പഠനങ്ങളുമെല്ലാം ഇതിന് കൂടുതൽ സഹായമായി തീരും. ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് ഡോക്ടറെ ഏറെ ആദരവോടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സേവനം അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിമന്യ തിരുമേനിയോടുള്ള പ്രത്യേകമായിരിക്കുന്ന ആദരവും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അഭിമന്യ പിതാവാണ്. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ സ്നേഹാദരവുകളെ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനായ ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് സാറിന് പ്രത്യേക സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്ര പ്രശസ്തനായ ഒരു ഡോക്ടറെ പരുമല പോലെയുള്ള ഒരു ഐലൻഡിൽ ഇവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാമെന്ന് സമ്മതിച്ചതിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ 31-ാം തീയതി വൈകിട്ട് ഈ ആശുപത്രിയിൽ വെച്ച് പരിശുദ്ധ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിന് പൂക്കൾ നൽകി ഈ ആശുപത്രിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയുണ്ടായി. നന്ദിയോടെ സാറിനെ ഈ ഉദ്ഘാടനത്തിനായിട്ടും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു.
Good morning to all my brothers and sisters in this hospital, not only medical people and non-medical people. His Grace, the most respected Dr. Yohanan Mar Chrysostomos of Metropolitan of Niranam Diocese, and yesterday I read through the history of this diocese and church, and I found that the first Metropolitan of Niranam was Saint Gregorios of Parimala. That's a very, that is a wonderful thing. Reverend Father, I'm Father MC Paulos. The prime reason for my being here, Father MC Kuriakos, who represents the divine in this institution, Dr. Sherin, who governs the day-to-day activities of this hospital, and Mr. Yohanan, who is the live wire of this institution, Dr. Rajagopal, the surgeon with a heart, Dr. Mahesh, who has taken my son, Sergeant, under his wings. Binukutan, I think, is not come. And he is basically a bird of the same feather. I am basically a pediatrician turned into a pediatric cardiologist. And Rohin also. Yeah, Rohin actually, whose dad is a great friend of mine for at least 3 decades. And of course, my son, who is one of your cardiologists, Sergeant. I think it is a lovely morning today, especially for me at Parimala. A couple of weeks, as Father Paulo said, I had the extreme pleasurable experience of being welcomed by none other than Baba Tirumeni himself. And now I have the twin pleasures of being welcomed as a medical caregiver in this hospital, which in fact is not a mere hospital, but it's also a shrine of different kinds. And also to inaugurate, that is very wonderful. I think that is maybe slightly I am underqualified to do that, but still inaugurate the pediatric cardiac services from this temple of medical care. It is actually an unmitigated joy and unmatched honor and a true privilege, which I would treasure for a very long time to come. The joy is enhanced, actually, when we are aware that the introduction of pediatric cardiovascular services at Perimala come at a couple of days after the Children's Day celebration. So this happens to be the birthday of one of the greatest men who ever walked upon this country, Jawaharlal Nehru. I am also an unabashed fan of Nehru, so I am proud of it also. And he knew, as Nehru knew, all of us know that our children are our national treasure. He used to say that ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. It comes from Jawaharlal Nehru. And also, as we must remember these troubling days, we must also acknowledge the kind of contribution he has made to democracy, secularism, higher education, and socialistic principle. Nehru had actually gifted us these 4 enshrined values, and they are like the gift of the Magi. You are all aware of the gift of the Magi to Jesus Christ when the newborn given 2000 years ago. And being a self-professed minor student of Christianity, I have always felt that Jesus was perhaps the first socialist. Everybody may not agree, but I really feel so. Today, we will pledge ourselves for the betterment of health of our children, especially cardiac health, and to devote to the care of the sick, which is a fundamental plank of Christianity. I need not touch upon the bringing back to life of Lazarus, the healing of the leper, the mercy shown to Mary of Magdalene by Christ. And when we think of another great person in India, that is Mahatma Gandhi, he taught us God is truth. Christ taught us God is mercy. And our prophet taught us that it is charity. So all these attributes complement each other. We do have different temples of God, but the universal responsibility of healing, comforting, and empathizing lie with hope is at the doctors. We know that. We will try to do that. And finally, before inaugurating
this officially the Pediatric Cardiovascular Center. I will quote from my teacher and mentor, Dr. Tharagan, who was the HOD of cardiology in Sri Chitra, that he said, we must sell health and not disease. That is, I think, it's a very wonderful statement, a lot of implications, and this is what we should intend to do. So with the kind permission of His Grace and all the other guests, let me declare this function to be inaugurated. God bless us all. Thank you. സുൽഫിക്കർ അഹമ്മദ് സാറിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തീർച്ചയായിട്ടും പരുമല ആശുപത്രിയുടെ വളർച്ചയ്ക്ക് ഒരു നാഴികക്കല്ലായിത്തീരും സാറിൻ്റെ സാന്നിധ്യം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ സാറിൻ്റെ സേവനം സാന്നിധ്യം ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കും, പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിൽ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിനും ഈ പുതിയ വിഭാഗത്തിനും ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നല്ല കുറേ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. പരുമല സെമിനാരിയുടെ മാനേജറും ഈ ആശുപത്രിയുടെ എല്ലാമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനെ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അഭിനന്ദ ഡോക്ടർ യുവാനോ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് പ്രൊഫസർ ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് അവറുകൾ, ഡോക്ടർ മഹേഷ്, ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ, ജിജു അച്ഛൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളെ, ഇന്ന് ആരംഭിക്കുന്നതായ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. പരുമല ഹോസ്പിറ്റലിൻ്റെ വളർച്ച നമ്മൾ പഠിക്കുകയാണെങ്കിൽ ക്രമീകൃതമായി ഘട്ടം ഘട്ടമായി അത് വളർന്ന് വലുതാവുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പരുമല ദ്വീപിൽ ഒരു ചെറിയൊരു ക്ലിനിക്കായിട്ട് ഹോസ്പിറ്റലായിട്ട് ആരംഭിച്ചതായ ഈ ഹോസ്പിറ്റൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാലും പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയാലും ഇത്രത്തോളം വളരുവാനായിട്ട് സാധിച്ചു. ഹോസ്പിറ്റലിൻ്റെ വളർച്ച ഒരു ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലിലല്ല, മറിച്ച് ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നതായ ആ സമയത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത്. പല ആങ്സൈറ്റികളും ആ സമയത്തുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മാറി ഇന്ന് വളരെ നല്ല രീതിയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളെ ഇവിടെയുള്ളതായ ഡോക്ടേഴ്സിനെയും സ്റ്റാഫ് അംഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നല്ല നേതൃത്വം നൽകി പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകമായി സമയത്ത് അനുമോദിക്കുക കൂടി ചെയ്യുകയാണ്. ഞാനിവിടെ പരുമല 2015 പരുമല സെമിനാരിയിൽ ചുമതലയേറ്റതിന് ശേഷമാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അന്നു മുതലുള്ളതായ ഈ വളർച്ചകൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമുള്ള ഒരു സ്ഥാപനമായിട്ട് വളരുവാനായിട്ട് സാധിച്ചു. സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെ സ്വന്തം പ്രതിസന്ധികളായി കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പരിശുദ്ധനാണ് പരുമല തിരുമേനി. ആ തിരുമേനിയുടെ മധ്യസ്ഥതയിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചയിൽ എല്ലാവിധ ദൈവകൃപയും കൂടെയിരിക്കും. കൂടാതെ പ്രാർത്ഥനയും സഭയുടെ നേതൃത്വത്തിൻ്റെതായ ശക്തമായ പിന്തുണയും ഒത്തുചേരുമ്പോൾ അത് എൻ്റെ പ്രയാണം ഭംഗിയായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്, അതുപോലെ തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന്, ഇന്നാരംഭിക്കുന്നതായ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനുള്ള നന്ദി, ആദരവുകൾ പ്രത്യേകം അറിയിക്കുന്നു.
ഡോക്ടർ ബിനുക്കുട്ടന് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് അസോസിയേഷൻ്റെ മുൻ ചെയർപേഴ്സണാണ്. വളരെ അറിയപ്പെടുന്ന ഒരു പീഡിയാട്രീഷ്യനാണ്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് ആശംസ അറിയിക്കുന്നതിന് പ്രത്യേകം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യുഹാനൻ തിരുമേനി, നമ്മുടെ ഏറ്റവും ആരാധനായ മഹേഷ് സാർ, ഇവിടെ ഫെലിസിറ്റേഷൻ നൽകിയ കുര്യാക്കോസ് അച്ഛൻ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റുകളിൽ ഒരാളായ ഞങ്ങളുടെയൊക്കെ ടീച്ചറായ സുൽഫീഖർ സാർ, എൻ്റെ സുഹൃത്തുക്കളായ അരുൺ, സാജൻ, വിനി, രാജഗോപാൽ സാർ ഉണ്ട് ഇവിടെ, റോഹിൻ, അങ്ങനെയുള്ള എല്ലാവർക്കും ഇത്തരമൊരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചു കൊള്ളട്ടെ. സെൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റൽ പരുമല, ഞാൻ ഈ നാട്ടുകാരനാണ്, തലവടി എന്ന പ്രദേശം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പണ്ട് തൊട്ടേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹൃദയ ചികിത്സാ കേന്ദ്രം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ അഭിമാനമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സ്വകാര്യ അഹങ്കാരമാണ്. പക്ഷേ പലപ്പോഴും നമ്മളതിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കായി ഇവിടെ വന്നപ്പോൾ പോലും ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ സ്ഥാപനം മേൽമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. പണ്ട് തൊട്ടേ ഞങ്ങളുടെയൊക്കെ കീഴിൽ ചികിത്സിക്കുന്ന കുട്ടികൾക്കുള്ള എല്ലാവിധ ചികിത്സകളും വളരെ നല്ല രീതിയിൽ, പലപ്പോഴും സൗജന്യമായി പോലും നൽകാൻ ഒരു വിശാല മനസ്കത കാണിച്ച നമ്മുടെ സെൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റൽ പരുമലയിലെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. തുടർന്നും നമുക്ക് നല്ലൊരു സേവനം, പ്രത്യേകിച്ച് സുൽഫീഖർ സാറിനെ പോലെയുള്ള ഒരാൾ നമുക്കിവിടെ വരുന്നു എന്ന് പറയുമ്പോൾ, സാറ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വളരെ നല്ലൊരു ടീച്ചറാണ്, അതിലുപരി വളരെ നല്ലൊരു അക്കാഡമിഷ്യനാണ്, ഏറ്റവും വലുതെന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇത്തരം എല്ലാ ഗുണങ്ങളിലും ഒരാളിൽ വന്നു ചേരാൻ വളരെ ചുരുക്കം സാധ്യതയാണുള്ളത്. അപ്പോൾ സാറിനെ പോലെയുള്ള ഒരാൾ ഒരു പീഡിയാട്രിക് കാർഡിയോളജി ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീഷണേഴ്സിനെ വിളിച്ച് ഒരു ആശംസ പറയാൻ വിളിച്ചത് തന്നെ വലിയ കാര്യമായി കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പത്തനംതിട്ടയുടെയും, ഞാൻ IMA ചെങ്ങന്നൂരിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണവും ഈ ഉദ്യമത്തിനുണ്ടാവും. തുടർന്നും എല്ലാ രീതിയിലും ഈ പ്രദേശത്തെയും കേരളത്തിലെ ഒന്നാകെയും കുട്ടികൾക്ക് മികച്ച ചികിത്സ നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ബഹുമാന ഡോക്ടർ ബിനുക്കുട്ടനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ടും സീനിയർ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റുമായ ഡോക്ടർ ഷെറിൻ ജോസഫ് വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും നല്ല അഫക്ഷനോടുകൂടി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന ആളാണ്. ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്ന് തിരുമേനി, വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൂടെ ഓരോ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ റോഹിൻ്റെ കീഴിൽ ഇത്ര നന്നായിട്ട് പോകുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് കാർഡിയോളജിയിലേക്ക് വളരുകയും കാർഡിയോളജി പീഡിയാട്രിക്സിലോട്ട് വികസിക്കുകയും ചെയ്യുന്നൊരു ധന്യമുഹൂർത്തമാണിത്. എനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് ഈ പരുമല ഹോസ്പിറ്റലിൻ്റെ ഈ ഘട്ടത്തിൽ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിന്. ദൈവം തമ്പുരാൻ അതിന് അനുവാദം തന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അഭിനന്ദ തിരുമേനിയുടെ നേതൃത്വത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും നേതൃത്വം നൽകുന്നവരാണ്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരും പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട മിസ്റ്റർ P. യോഹന്നാൻ ഒരു വാക്ക് ആശംസ അറിയിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത, പീഡിയാട്രിക് കാർഡിയോളജി ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ്, ഇവിടെ ആശംസകൾ അർപ്പിച്ച പരുമല സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ, ഡോക്ടർ ബിനുക്കുട്ടൻ, ഡോക്ടർ ഷെറിൻ ജോസഫ്, ഡോക്ടർ രാജഗോപാൽ,
ഡോക്ടർ രോഹിൻ, പെരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ ആശുപത്രിയുടെ CEO ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ, സ്നേഹമുള്ളവരെ, മധ്യ തിരുവിതാംകൂറിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന പെരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ ആശുപത്രി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ആരംഭിക്കുന്ന പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കേവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ്. ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അനുദിനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അനേക രോഗികൾക്ക് ആശ്വാസം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെരുമല ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ ആശുപത്രിയെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുവാൻ ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ്റെ നേതൃത്വത്തിന് സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. കർത്തവ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വരുന്ന രോഗികൾക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്ക് അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പെരുമല തിരുമേനിയുടെ അനുഗ്രഹം അവർക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ പി യോഹന്നാനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റോട് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഹെഡ് ആൻഡ് നെക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രത്യേകിച്ച് ഓൺകോളജിയിൽ വരുന്ന കഴുത്തിനും തലയ്ക്കും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ വരുന്ന ഓൺകോളജി ട്രീറ്റ്മെൻറ്റിന് ചെയ്യുന്ന റീകൺസ്ട്രക്റ്റീവ് സർജറിയൊക്കെ ചെയ്യുന്ന വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏകദേശം 4-5 ഡോക്ടേഴ്സ് ഡോക്ടർ ആദർശിൻ്റെ നേതൃത്വത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടർ ആദർശ് ആനന്ദ് കൊല്ലം IMAയുടെ ട്രഷററാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം IMA ഓൾ ഇന്ത്യ IMAയുടെ ഭാഗമായിട്ട് യങ് അച്ചീവേഴ്സ് യങ് ലീഡേഴ്സിനുള്ള അവാർഡ് ഡൽഹിയിൽ വെച്ച് കിട്ടി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അവാർഡ് നൽകി അദ്ദേഹത്തിന് അനുമോദിക്കുകയുണ്ടായി. ഒരു ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന 40 വയസ്സിൽ താഴെയുള്ള ഒരു ഡോക്ടർക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ യങ് ലീഡർ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ പരുമല ആശുപത്രി കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. തിരുമനസ്സുകൊണ്ട് ഒരു പൂ കൊടുത്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്ന ഈ അവസരം ഡോക്ടർ ആദർശൻ ആനന്ദന് പ്ലീസ്. ഡോക്ടർ മുന്നോട്ട് അവിടെ അതെ വെരി ഗുഡ്. അപ്പം ഡോക്ടർ ആദർശ് ആനന്ദിൽ കൂടി പരുമല ആശുപത്രിക്ക് വലിയൊരു ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ധാരാളം ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോളജി ഡോക്ടേഴ്സും മറ്റു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സൊക്കെ ധാരാളം സെമിനാറുകൾക്കും ഇൻ്റർനാഷണൽ സെമിനാറുകൾക്കൊക്കെ ലീഡർഷിപ്പ് വഹിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവിടെ എല്ലാം എഴുതി കാണിക്കണം, പറയണം പരുമല ആശുപത്രിയിലെ ആളാണെന്നുള്ളവരും. അങ്ങനെ ഈ ആശുപത്രിയുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ പല സെമിനാറുകളിലും വെബിനാറുകളിലും ഇൻ്റർനാഷണൽ സെമിനാറിലും ഇവിടുത്തെ ധാരാളം ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നു. എല്ലാവരും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു ആശംസാ പ്രസംഗമാണ്. ഡോക്ടർ രാജഗോപാൽ സാറിനെയാണ് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത്. ഇവിടുത്തെ കാർഡിയോ തൊറാസിക് സർജനാണ്. ഏകദേശം 6000-ഓളം ഹാർട്ട് സർജറികൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന റിക്കാർഡിൻ്റെ ഉടമയായിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന വളരെ അനുഗ്രഹകരമായ കൈപുണ്യമുള്ള കാർഡിയോളജി സർജനാണ്. വളരെ സന്തോഷത്തോടെ ഒരു വാക്ക് ആശംസ പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Thank you for the introduction. Very respected His Grace Chrysostomus Tirumeni, Father Paulos, our CEO, other distinguished guests on and off the dais, and my dear friends and colleagues. It is a great pleasure that I stand before you to give a wholehearted welcome to Zulfikar sir. He was my teacher in the late 80s, and he was a very passionate and awesome teacher. I still remember sitting in this class with great awe, listening to his vivid teachings of the hemodynamics of congenital heart disease. At that time, I never thought I would have to use those knowledge here, because that time I was only imagining that I will become a general surgeon. He is joining our team as has added glitter to our Paramala Cardiac Center.
As you all know, the pediatric cardiology and cardiac surgery are the ultimate peaks in the cardiology specialty, and I am sure that our team will be elevated to a different level after his starting to work here. Sir, I use this opportunity to once again welcome you to the team and wish you all guide us with your immense experience in our future endeavors. Thank you very much. താങ്ക് യു സാറേ. ഇവിടുത്തെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന നവജാത ശിശുക്കളുടെ പരിചരണം ഏറ്റെടുത്തിന് ഡോക്ടർ റോഹിൻ എബ്രഹാം അദ്ദേഹത്തെ ഒരു വാക്ക് ആശംസ പറഞ്ഞതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ക്രൈസ്തോസ് തിരുമേനി, പ്രൊഫസർ ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് സർ, പരുമല ഹോസ്പിറ്റലിലെ CEO ഫാദർ MC പൗലോസ് അച്ഛൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ മാഡം, ഗുഡ് മോർണിംഗ് എവരി വൺ. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഞങ്ങൾക്ക് പീഡിയാട്രീഷ്യൻസിനും നിയോട്രോളജിസ്റ്റിനും വളരെ ഒരു ലൈഫ് ലൈനാണ്. ഞങ്ങൾക്ക് അധികം വേണ്ടപ്പെട്ട ഒരു കൊളീഗാണ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്. ഇവരുടെ നമ്പർ എപ്പോഴും ഞങ്ങളുടെ മൊബൈലിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. എപ്പോഴും ആവശ്യം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സുൽഫിക്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സർ ഇസ് എ വെരി സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത് പേഴ്സൺ. സർ ഇസ് എ ഗ്രേറ്റ് ടീച്ചർ ആൻഡ് ഇസ് എ ഡോയൻ ഇൻ പീഡിയാട്രിക് കാർഡിയോളജി. സാറിൻ്റെ പല ടോക്സും ഞാൻ കോൺഫറൻസിൽ കേട്ടിട്ടുണ്ട്. അത് വളരെയധികം പോപ്പുലറായിട്ടുള്ള ടോക്സാണ് among PGs, pediatricians and neonatologists. Sir is gifted with a great ability to explain very complex heart conditions in a very simple manner. It is a real honor to have his service here at Parimala Hospital. I wish sir all the best and regards. Thank you. പീഡിയാട്രിക് കാർഡിയോളജി ഉദ്ഘാടനത്തിനോട് ചേർന്നുള്ള സമ്മേളനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഡോക്ടർ സാജൻ അഹമ്മദിന്, ഇവിടുത്തെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്, വളരെ പ്രസിദ്ധമായ രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ്. സുൽഫിക്കർ അഹമ്മദ് സാറിൻ്റെ മകനാണ്, മൂത്ത മകനും കൂടിയാണ്. ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രിവിലേജാണ്. ഇന്ന് മുതൽ ഒരു പിതാവും മകനും ഒരുമിച്ച് ഈ ആശുപത്രിയിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ള അസുലഭ അവസരം കൂടി ആശുപത്രിക്ക് ലഭിക്കുകയാണ്. അത് ധാരാളം പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ സാജൻ അഹമ്മദിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് എവരി വൺ. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന വ്യക്തികളെ, എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, പീഡിയാട്രിക് കാർഡിയോളജി ഉദ്ഘാടനമായതുകൊണ്ട് ആദ്യം തന്നെ വോട്ട് ഓഫ് താങ്ക്സിൽ എല്ലാവരോടും നന്ദി പറയുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ ആദ്യം തന്നെ 2 കുട്ടികളോട് നന്ദി പറയാം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. സോ നിയ കാത്തറിൻ ജെയ്സൻ്റെ മോളാണ്, ആൻഡ് ആൻ മേരി ജിൻസിയുടെ മകളാണ്, നമ്മുടെ തന്നെ സ്റ്റാഫിൻ്റെ മക്കളാണ്. താങ്ക് യു വെരി മച്ച്. പിന്നെ മഹേഷ് സർ ഓഫ് കോഴ്സ് ഇസ് അവർ handsome and ever energetic team leader. So thank you very much sir for giving such a wonderful introduction to the department. His Grace Dr. Yohanan Mar Christosmos Tirumeni കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു തിരുവനന്തപുരമായിട്ടുള്ള കണക്ഷൻസും കാരുണ്യം പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തിരുമേനിയുടെ കാരുണ്യം എപ്പോഴും ഞങ്ങളുടെ മുന്നിൽ ചേരുവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റവറൻഡ് ഫാദർ MC കുര്യാക്കോസ് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ചികിത്സയാണെങ്കിലും ആശുപത്രിയാണെങ്കിലും ഫാസ്റ്റ് ഫുഡ്, ചിലപ്പോൾ ആദ്യം ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കും, പിന്നെ സ്ഥിരമായിട്ട് പോയിട്ട് കഴിക്കത്തില്ല. അപ്പോൾ ലൈക്ക് ദാറ്റ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഫീൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ടീമായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബ്ലെസ്സിങ്സ് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ വിനിക്കുട്ടൻ, പക്ഷേ ഞങ്ങൾ ചേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വിനിക്കുട്ടൻ ചേട്ടന് പ്രത്യേകം താങ്ക്സ് പറയുന്നത്. എൻ്റെയും എൻ്റെ ഫ്രണ്ട് അരുണിൻ്റെയും വളരെ ക്ലോസ് ഫ്രണ്ടാണ്. Thank you because Indian Academy of Pediatrics is an organization which is doing excellent work all over India and taking a lot of effort to bring up the health of children. So അങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ you can imagine the kind of work, excellent work that he is doing. Thank you so much for coming. ഷെറിൻ മാഡം, ഓഫ് കോഴ്സ് മാഡം നമ്മുടെ തന്നെ ഫാമിലിയുടെ പാർട്ടാണ്. നന്ദി പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. ബട്ട് സ്റ്റിൽ മാഡം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം വരുന്നത് നമ്മുടെ അമ്മമാരുടെ വയറ്റിൽ നിന്നാണ്. അപ്പോൾ ദർ വാസ് എ നൊബേൽ പ്രൈസ് വിന്നിങ് പോയറ്റ്, ചിലിയൻ പോയറ്റ്, ഹു റോട്ട് ദറ്റ്
about pregnancy, that now my belly is as noble as my soul, as my heart. So heart is always considered as a noble organ historically, but when a woman has a child in her belly, the belly also becomes noble as per the Nobel Prize winner. So thank you very much, madam. And the managing committee members, Shri Yonan sir, Shibu Varghese sir, and Matthew Man sir, thank you so much. Your support and blessings are always required for us to take each, probably I would say, baby step forward. രാജഗോപാൽ സർ, സാറിനെ പറ്റി പറഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിൽ സിനിമയിലൊരു ഡയലോഗുണ്ട്, ചേട്ടൻ സൂപ്പറാണ്. അതുപോലെയാണ് എനിക്ക് സാറിനെ പറ്റി പറയാനുള്ളത്, സാറ് സൂപ്പറാണ്. അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് വെനെവർ വി ഹാവ് എനി ഇഷ്യൂ ഇൻ ദ കാത്ത് ലാബ്, വി നീഡ് ദ ഹെൽപ്പ് ഓഫ് എ സർജൻ ടു ടേക്ക് us ഔട്ട് ഓഫ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. He's just, I wouldn't say one phone call away, he's just half a phone call away, because ഞങ്ങളുടെ തൊട്ടടുത്താണ് തിയേറ്ററും കാത്ത് ലാബ്. സോ വി ജസ്റ്റ് നീഡ് ടു ഷൗട്ട് ലൗഡ്, സാർ എന്ന് വിളിച്ചാൽ സാറ് എത്തും. സോ താങ്ക് യു വെരി മച്ച് സർ. ഡോക്ടർ റോഹിൻ, he looks very young and he is young, but he does a lot of excellent work for kids in our place. And of course, there is no pediatric cardiology without pediatrics. So thank you, Dr. Rohin, for being here. ഉദ്ഘാടനം ചെയ്ത ആൾക്ക് ഞാൻ പറയാം. ഉദ്ഘാടനം ചെയ്ത ആൾക്ക് ലൈക്ക് ബേസിക്കലി William Wordsworth, another great poet, wrote, "Child is the father of the man." So many different people have given a lot of interpretations to this famous dialogue, and we are free to choose our own interpretation. പിന്നെ പിതാവ്, പുത്രൻ, അങ്ങനെ പല പല വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, പീഡിയാട്രിക് പെർസ്പെക്റ്റീവിൽ പറയാനായിട്ട്, 1982 ഞാൻ ജനിച്ചത്. അപ്പം 82 കഴിഞ്ഞ് ഒരു 82 to 90 ആ സമയത്ത് ഫാദർ അന്ന് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാണ്. അപ്പം എല്ലാ മാസവും ശമ്പളം കിട്ടി കഴിയുമ്പോൾ ചിക്കൻ ഫ്രൈ മേടിച്ചോണ്ട് വരും. ഓക്കെ, കാരണം ഹീ ഈസ് എ പ്യുവർ വെജിറ്റേറിയൻ, ബട്ട് ഐ ആം എ ചിക്കൻ ലവർ. അപ്പോൾ എല്ലാ മാസവും ചിക്കൻ ഫ്രൈ മേടിക്കും. ആൻഡ് എവറി മന്ത് ഹി യൂസ് ടു take me to a shop and buy me a toy. So his presence in our department every week, I will take that visit as a toy that he used to give me. Thank you so much. Now my son is getting all the toys. Okay, so because once the grandson is born, the son is delegated to the second position always. So thank you very much. Father and three students ഇവിടെ ഉണ്ട്, Dr. and my friends too. Arun, Adarsh, Harish, Nandini. So on behalf of all of us, thank you so much. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, എബിൻ is here, thank you. My dear friend and colleague and my strong pillar of support, Dr. Arun, because there is nothing like teamwork, and it's God's blessing that we have a team that gels together and tries to move forward together. And we have one important person, Dr. Ajit Sunny, because പുള്ളി അനസ്തീഷ്യ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊന്നും നടക്കത്തില്ല. So thank you so much, dear Dr. Ajit, and all my dear friend Dr. Bright, all our junior doctors, Dr. Rashmi, Dr. Nirmal, Dr. Leon and Matthew, everyone, and all our staff members, our sisters, everyone, and all the wonderful people who have organized this short but beautiful function. Thank you so much. There is nothing like teamwork. Let's move forward together. And finally, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, our motto is happy healing. So please smile at each other, work happily, and the people who heal and the people who come here to heal, everybody should be happy at the end of it all. Thank you so much. ഒറ്റ മിനിറ്റ്, അച്ഛനെ പറ്റി പറയാതിരിക്കുന്നതും തെറ്റാണ്, പറഞ്ഞാലും തെറ്റാണ്. രാജഗോപാൽ സാറിനെ പറ്റി സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് പറയാൻ പറ്റൂല. വണ്ടർഫുൾ, താങ്ക് യു. ഡോക്ടർ സാദിൻ അഹമ്മദാണ് ഡോക്ടർ സുൽഫിഖർ അഹമ്മദിനെ പരുമല ആശുപത്രിയിലേക്ക് ക്ഷണിക്കാൻ പ്രചോദനമായത്. ഞാനും ഇവിടുത്തെ ഫൈനാൻസ് മാനേജറുടെ സാറിൻ്റെ വീട്ടിൽ പോയി. എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, ഞാനൊരു ഈവനിങ് ടൈമിലാണ് അവിടെ സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. ഒന്ന് പരിചയപ്പെടാവുന്ന രീതിയിൽ പോയതാണ്. സാറ് പ്യുവർ വെജിറ്റേറിയനാണ്. പക്ഷേ സാറും സാറിൻ്റെ പ്രിയപ്പെട്ട ഭഗ്നിയോടെ കൂടി ഞാൻ നോൺ വെജ് കഴിക്കുമെന്നുള്ള ധാരണയിൽ എല്ലാവിധമായിരിക്കുന്ന നോൺ വെജ് ഭക്ഷണവും ചേർത്ത് വലിയൊരു ഡിന്നർ അവിടെ ക്രമീകരിച്ചു. ഞാൻ അതിശയിച്ചു പോയി. കാര്യം
അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾ മാറ്റിവെച്ച് അതിഥികളെ സ്വീകരിക്കുന്ന നല്ല അരിസ്റ്റോക്രാറ്റ് ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് അന്ന് വൈകുന്നേരം അവിടെ എൻജോയ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് സാജൻ അഹമ്മദിന് ഞങ്ങൾ പോകുന്ന വഴി മുഴുവനും സാജൻ അഹമ്മദ് ഞങ്ങളെ ഫോണിൽ കൂടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയോ, കാര്യങ്ങൾ എന്തായി, തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു നല്ല രീതിയിൽ, ഇവിടെ ആരോ പറഞ്ഞതുപോലെ നല്ല ഹ്യൂമൻ ബീയിങ്സ്, നല്ല രീതിയിലുള്ള സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കുടുംബം, രണ്ടുപേരോടുള്ള പ്രത്യേക നന്ദി ഈ അവസരം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് സമാപിക്കുകയാണ്. അഭിൻ തിരുമേനിയുടെ ആശീർവാദം പ്രാർത്ഥനയോട് തീരുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നടത്തിപ്പും ഈ സ്ഥാപനത്തോടും ഇവിടെ പ്രവർത്തിക്കുന്നവരോടും കടന്നു വരുന്നവരുടെ മേലും എപ്പോഴും എന്നേക്കും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ആമേൻ.